ഹേ ഹലോ, എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പുറത്തു പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേ ഇപ്പം ഏകദേശം 4 മണിയായി. നമ്മൾ ടൊറൻഡോ ഐലൻഡിലോട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മൾ വിചാരിച്ചു ഒരു ചെറിയൊരു പിക്നിക് ഡേറ്റ് പോലെ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങോട്ട് പോകാൻ നമ്മൾ ഇവിടെ നിന്ന് ഒരു സബ്വേ പിടിച്ച് നമുക്ക് യൂണിയൻ ചെന്ന് അവിടെ നിന്ന് നമ്മൾ എന്തെടുത്താ പോണത്? ഫെറി എടുത്തിട്ടോ. ഫെറി എന്നാണ് അവിടെ പറയുക. ഫെറി എടുത്തിട്ട് ടൊറൻഡോ ഐലൻഡിലോട്ട് പോകും. നമ്മളൊരു പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്, നമ്മളൊരു സൺസെറ്റ് കാണാനൊക്കെ. അവിടെ സൺസെറ്റ് നല്ല അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഇന്ന് എങ്ങനെ എത്ര നല്ലതാവും എന്ന് എനിക്കറിയില്ല. കാരണം രാവിലെ മൊത്തം നല്ല മഴയായിരുന്നു, ഇപ്പം നല്ല ക്ലൗഡിയാണ്. അപ്പോൾ നമ്മളപ്പോൾ ഒരു ചെറിയൊരു പിക്നിക്ക് പോലെ ചെയ്യാം. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ബാഗിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ട്, കുറച്ച് ഫ്രൂട്ട്സൊക്കെ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം മെട്രോയിലോട്ട് വന്നേക്കുകയാണ്. ഇവിടെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്, പക്ഷെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ബോട്ട്സിലാക്കി ഇവിടെ വെക്കാറുണ്ട്. അപ്പോൾ അത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിരിക്കും നമുക്കത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഇതുപോലത്തെ മേടിക്കാം അല്ലേ? ഇതിങ്ങനെ ബോട്ട്സിലാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രഷ് ഫ്രൂട്ട്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരെണ്ണം എടുക്കാം. പോവാം. നമ്മൾ വല്ല ഐസ്ക്രീം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഒന്നും കണ്ടില്ലല്ലോ. ആ മെലോണ അതല്ലേ ഉദ്ദേശിച്ചേ? അത് ഇവിടെ ഇങ്ങനെയാ കാണാറുള്ളത്. പക്ഷെ മാംഗോയുടെ തന്നെയാണെങ്കിൽ രുചിയുള്ളൂ. അപ്പൊ നമ്മൾ നോക്കി വന്ന ഒരു മാംഗോയുടെ മെലോണ എന്ന് പറഞ്ഞിട്ടൊരു ഇങ്ങനെ ബാറുണ്ട്, മാംഗോ ബാറ്. അതിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ നോക്കി വന്നതാണ്, അത് കണ്ടില്ല. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് ബോൾ മാത്രം എടുത്തിട്ട് നമുക്ക് പോവാം. നമ്മളിതേ ഹാർബർ ഫ്രണ്ടിൻ്റെ അടുത്തെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഫെറി കയറേണ്ടത്. അങ്ങനെ നമുക്ക് ടൊറൻഡോ ഐലൻഡിലോട്ട് പോകാം. നമ്മൾ സെൻട്രൽ ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത്. അവിടെ കുറച്ചും കൂടെ നല്ലൊരു വ്യൂ ആണ് നമ്മുടെ സൺസെറ്റിൻ്റെ. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് അവിടെ തന്നെ പോകാം. അവിടെയാണ് നമ്മൾ ഫെറി കയറുന്നത്. ഇത് യൂണിയൻ സ്റ്റേഷനാണ് കേട്ടോ. യൂണിയൻ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ഫെറി എടുക്കുന്നത്. ഈ ഹാർബർ ഫ്രണ്ട് യൂണിയൻ സബ്വേയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു 10 മിനിറ്റ് ഇല്ല, ഒരു 7-8 മിനിറ്റ് നടക്കാനുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ നമ്മളിതേ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് പോകാൻ. അപ്പോൾ നമുക്കിവിടെ അത്യാവശ്യം ക്യൂ ഉണ്ട് ചെറുതായിട്ട്. പിന്നെ ഇന്ന് വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം ക്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇവരൊക്കെ ഇപ്പോൾ വന്നിറങ്ങിയ ഫെറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനിപ്പം ഓൺലൈൻ ചെക്ക് ചെയ്തപ്പം അരമണിക്കൂറിൽ അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഫെറി ഉണ്ട്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ടാണ് ഇത്രയും തിരക്കുള്ളത്. ജാക്ക് ലെയ്റ്റൺ ഫെറി ടെർമിനൽ, ഇവിടെ നിന്നാണ് എല്ലാവരും അങ്ങോട്ട് പോകുന്നത്. Tickets for 2. 1820. Yeah, it's credit.
Thank you. Thank you. നടന്നു. 2 tickets. ഫെറി ഓൾറെഡി ഓപ്പൺ ആണ്. നമ്മൾ സെൻട്രൽ ഐലൻഡിലോട്ടാണ് പോണത്. എല്ലാവരും സെൻട്രൽ ഐലൻഡിലോട്ടാണുള്ളത്. ഇവിടെ ആരും എനിക്ക് തന്നെ ഇവിടുന്ന് മാത്രം ഓപ്പണിംഗ് ഉള്ളെന്ന് തോന്നുന്നു. അവിടെ ചെന്നിട്ടായിരിക്കില്ല, അവിടെ നിന്നല്ല മാറി പോകുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മളിതേ ഈ ഫെറിയിലാണ് ഇന്ന് പോകുന്നത്. നമ്മളിതേ ഫെറി അകത്ത് കയറി. എനിക്ക് തോന്നുന്നു ഇത് ഇപ്പൊ തന്നെ എടുക്കുമോ? ടൈം എത്രയായി? 6:15. നമ്മളിതേ ഫെറിയുടെ അകത്ത് കയറി. എനിക്ക് തോന്നുന്നു ഇത് 6:30 എടുക്കത്തുള്ളൂ. ഇതോടെ 6:15 ആയോളൂ. അപ്പൊ നമ്മളിതേ ഇവിടെ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഈ പോകുന്ന ഈ ഒരു എത്ര നേരത്തെ റൈഡാ? 10 മിനിറ്റോ 10 മിനിറ്റേ ഉള്ളൂ തോന്നുന്നു, അതിൽ കൂടുതലില്ല. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇവിടെ നമ്മുടെ CN ടവർ ഒക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും. ഒരു നല്ല വ്യൂ ആണ് കേട്ടോ. അല്ല ഇവിടെയാ എനിക്ക് തോന്നുന്നത്. I don't know. എടാ ഇവിടെ ഇല്ലല്ലോ CN ടവർ. ഇവിടെ കാണാൻ പറ്റുമായിരുന്നല്ലോ. അപ്പുറ സൈഡാ? അല്ലടാ ഇവിടെയാടാ. വരുന്നുണ്ട്. എന്റെ കൊമ്പ് ഏറ്റവും മേലത്തെ സംഭവം കണ്ടു ഒന്നല്ലോ പറയാ. അത് നമ്മൾ ഈ സമയത്ത് ഇത്രയും വെയിലായിട്ട് പോയിട്ടാ കൂളിംഗ് ഗ്ലാസ് വയ്ക്കാൻ. നല്ലൊരു വ്യൂ ആണല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇത്രയും ബിൽഡിങ്സും അതിൻ്റെ കൂടെ ഈ CN ടവറും ഒക്കെ നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട് നേരിട്ട് കാണാൻ നല്ല അടിപൊളി ഒരു വ്യൂ. ഭയങ്കര വെയിലാണ് സെറ്റിന്റെ സമയത്ത്. നമ്മുടെ ടൊറന്റോ പിയേഴ്സൺ എയർപോർട്ട് അല്ലാതെ തന്നെ ബിഷപ്പ് ബിഷപ്പ് എന്നാണ് ആ ഒരു എന്താ ബില്ലി ബിഷപ്പ് എന്ന് പറഞ്ഞൊരു എന്താ ഉള്ളത് എയർപോർട്ട്. അവിടെ ഒരു ചെറിയൊരു എയർപോർട്ട് അവിടെയുണ്ട്. അപ്പോൾ അതാണ് ഇവിടുന്ന് ചെറിയ പ്ലെയിനൊക്കെ പോണ കാണാൻ പറ്റും. അപ്പോൾ ആ വ്യൂ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ട്രാവൽ. ഇതിപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ അടുത്തില്ലല്ലോ, ഒരു 5 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും, അത്ര എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ സെൻട്രൽ ഐലൻഡിലെത്തി.
അപ്പൊ നമ്മൾ ഇതേ ഇവിടെ എത്തിട്ടോ. ഇതാണ് സെന്റർ ഐലൻഡ്. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് നമ്മൾ സൺസെറ്റിന്റെ സമയത്ത് വരുമ്പോഴാണ് ഇവിടെ കുറച്ചും കൂടെയും ഒത്തിരി വെയിലും ഉണ്ടാവില്ല, ഒരു നല്ല കാമായിട്ട് ഒരു പിക്നിക് ഡേറ്റ് ഒക്കെ നടത്താൻ പറ്റിയൊരു കറക്റ്റ് ഒരു ടൈമാണ് ഈ ടൈം. അപ്പം ടൊറന്റോ ഐലൻഡിലോട്ട് വരുന്നവരൊക്കെ ഏകദേശം ഈ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അല്ലേ നല്ലതായിരിക്കും. കാരണം വലിയ ചൂടും ഉണ്ടാവില്ല. നല്ല ഇന്ന് ആക്ച്വലി ക്ലൗഡി ആയിരിക്കും എന്നാണ് വിചാരിച്ചത്, പക്ഷെ അല്ല, അത്യാവശ്യം എന്ത് ഗോൾഡൻ ലൈറ്റ് കിട്ടുമോ? ലുക്സ് ഗുഡ്, സൺ ലുക്സ് ഗുഡ്. ഇതാണ് കേട്ടോ ഫെറിയുടെ ഉള്ളു. ഇവിടെ കുറേ ലൈഫ് ജാക്കറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. സെന്റർ ഐലൻഡ്. അപ്പം ഈ ഫെറിയിൽ തിരിച്ചു പോകാനുള്ളവരാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത്. നമ്മളെല്ലാവരും ഇറങ്ങിക്കഴിയുമ്പം ഒരു കയറും. നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട്. സോ ദിസ് ഈസ് ദി സെന്റർ ഐലൻഡ്. നമുക്ക് എവിടെ ഇരിക്കാൻ പറ്റുക? അതിപ്പോൾ ഓപ്പൺ ആക്കിട്ടോ പോകാനുള്ളത്. കണ്ട, അത് ഇതിൽ തിരിച്ചു പോകാനായിരിക്കുമല്ലേ? നല്ല തിരക്കുണ്ട്. നമ്മൾ തിരിച്ചു പോകുമ്പോഴും ഈ തിരക്കായിരിക്കും. കുറച്ചും കൂടെ രാത്രി ആയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം അവിടം വരെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടുപിടിക്കാം. ഇതുപോലെ ഇവിടെ ഫുൾ ഇങ്ങനെ പാർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാം. പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇവിടെ അല്ലായിരുന്നു, ഒരു അത്യാവശ്യം സൺസെറ്റൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരുന്നു ഇരുന്നത്, ആ ഒരു പാർക്കിൽ. അപ്പം നമുക്ക് അങ്ങോട്ട് തന്നെ പോകാൻ പറ്റുമോ എന്ന് നോക്കാം. ഈ വഴിയാണോ അതോ ആ വഴിയാണോ? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന കേട്ടോ നല്ല അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ എവിടെയെങ്കിലും ഇരിക്കാം. ഇപ്പോൾ ടൈം 6:30 ആയിട്ടുള്ളൂ. ഈ പ്രാവശ്യം സൺസെറ്റ് എപ്പോഴാണ്? 8:47 എന്നാണ്ടാണ്. നമുക്കിത് ഇവിടെ ഒരു മരത്തിൻ്റെ ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ്. നമുക്കിവിടെ ഇരുന്നാലോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഇരിക്കാം. നമുക്ക് നല്ലൊരു വ്യൂവും കിട്ടും അങ്ങോട്ട് അല്ലേ? ഇവിടെ തന്നെ കൺഫേം ചെയ്യാം അല്ലേ? പിന്നെ ഇവിടെ ഗൂസിൻ്റെ ആണോ ഈ മറ്റേ പൂപ്പ്? ഗൂസിൻ്റെ പൂപ്പ് അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ അത് നോക്കുകയാണ് എവിടെയെങ്കിലുമൊക്കെ വൃത്തികേടുണ്ടോ എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ സ്ഥലം കണ്ടുപിടിക്കാം. പക്ഷെ കുഴപ്പമില്ല ഇവിടെ. അതല്ലെങ്കിൽ കാണാൻ പറ്റില്ല, നമ്മൾ അങ്ങോട്ട് നീങ്ങിയിരിക്കണം. അതിനകത്ത് കാണൂല്ലോ അല്ലേ?
നമ്മളിതേ സാധനങ്ങളൊക്കെ ഓരോന്ന് വെച്ചോണ്ടിരിക്കുകയാണ്. നമ്മളിതേ ഇങ്ങനെ പിടിച്ചേ. നല്ല അടിപൊളി വ്യൂ ആട്ടോ നമുക്കിവിടെ. ഈ നമ്മൾ ഈ ടവല് നല്ല രസമുണ്ടല്ലേ നമ്മൾ വെച്ചേക്കണേ. നമ്മളിതാണ് ഫ്രൂട്ട് ബോൾ മേടിച്ചത്, നമ്മുടെ ഫ്ലവർ, നമുക്കെല്ലാം കൂടെ. ആ ബാഗിലും ഉണ്ട് കേട്ടോ കുറേ സാധനങ്ങൾ. അവിടെയും കുറേ ആൾക്കാരൊക്കെ പാട്ടൊക്കെ വെച്ച് അവർ കുറേ ആൾക്കാരൊക്കെ അവരുടെ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ബാഗിലും കുറേ സാധനങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം എടുത്ത് വെക്കാം. ഇതില് കാണാൻ നല്ല ഭംഗി. അല്ല ഈ ഒരു സാധനം കൂടെ കിട്ടണടാ, അത് കിട്ടുക, അത് നല്ല ഭംഗിയുണ്ട്. അനീഷ അവിടെ തകൃതിയായിട്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുഡ് ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അടിപൊളി സൺസെറ്റ്. നോക്ക്, സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നല്ല രസമില്ലേ? നമ്മുടെ ഫുഡൊക്കെ അങ്ങനെ ഇരിക്കുന്നത്, നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടില്ല. നമുക്ക് കളിക്കാം. അവിടെ നല്ല പാട്ടൊക്കെയാണ് കേട്ടോ. നല്ല അടിപൊളി സൺസെറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതേ വെറുതെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഫുഡ്, നല്ല വ്യൂ. Monu, how was the picnic date? നമ്മള് സൺസെറ്റൊക്കെ, അടിപൊളി സൺസെറ്റൊക്കെ കണ്ടു. നമ്മൾ തിരിച്ചു പോകാൻ തുടങ്ങി. സോ ലെറ്റ്സ് പാക്ക് അപ്പ്. മോനു, നല്ല അടിപൊളി സൺസെറ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നന്നായിട്ട് കാണാം. നമ്മളിതേ ഇവിടെ ഇരുന്നിട്ടാണ് ഇരുന്നത്. നമുക്കിതേ അവിടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു. നമ്മൾ കുറച്ച് ഗെയിമൊക്കെ കളിച്ചു. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. അതെ അവിടെയൊക്കെ ഞാൻ മുമ്പ് കാണിച്ചു തന്ന പോലെ. നമ്മളിതേ ലാസ്റ്റ് എല്ലാം എടുത്ത് വെക്കാൻ പോവാണ്. നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാം. നമ്മളിപ്പോൾ വന്ന പോലെ തന്നെ ഫെറി കയറിയിട്ട് പോകണം. നമ്മളപ്പോൾ ഇരുട്ടാകുമ്പം ഫെറി കയറി പോകുന്ന സമയത്ത് ഈ ബാക്കിൽ കാണുന്ന ഈ ബിൽഡിങ്സ് ഒക്കെ ലൈറ്റപ്പ് ആയിട്ട് നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. സോ കുറച്ച് കഴിഞ്ഞ് പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. എൻ്റെ മുടിയൊക്കെ പറന്നിരിക്കുന്നത് കേട്ടോ. യാ
ഇതാണ് കേട്ടോ നൈറ്റ് വ്യൂ. എല്ലാ ബിൽഡിങ്സിലൊക്കെ ലൈറ്റ് ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട്. നടക്ക് മുത്ത്. അങ്ങനെ അങ്ങനെ ജിദ്ദി എത്തി.